സ്വാമിയെ ശരണയ്യപ്പ മണ്ഡലകാലത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നാളെ ഇവിടെ എരുമേലി പേട്ടതുള്ളലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലിയിലാണ്. ശബരിമല വലിയ ഒരു ഇടത്താവളമാണ് എരുമേലി. എരുമേലിയിൽ പേട്ടതുള്ളിയതിന് ശേഷമാണ് തീർത്ഥാടകർ ശബരിമലയിലേക്ക് കടന്നു പോകുന്നത്. ഇവിടെ എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കാണാം, എരുമേലിയിൽ പേട്ടതുള്ളി വന്ന് ഭഗവാനെ കണ്ടിട്ടാണ് ശബരിമലയിലേക്ക് എല്ലാ തീർത്ഥാടകരും കടന്നു പോകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ശുചിത്വമില്ലായ്മ തന്നെയാണ്. ഇവിടെ എരുമേലിയെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഇവിടെ നമുക്ക് കാണാം, വളരെ ശോചനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വൃത്തിയുടെ കാര്യത്തിലുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നദിയിലെ വെള്ളം വളരെയധികം മോശമായിട്ടുള്ള സാഹചര്യത്തിൽ കുളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കുള്ളത്. ഒപ്പം തന്നെ ഇവിടെ ശുചിത്വ തൊഴിലാളികൾ, ഇവിടെ ശുചിത്വ പരിപാലനം നടത്തുന്ന തൊഴിലാളികൾ 3 ദിവസമായിട്ട് സമരത്തിലാണ് എന്നാണ് അറിയുന്നത്. അവരെയൊക്കെ നമുക്ക് കാണാം. എന്തായാലും എരുമേലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട്, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് എരുമേലി എന്ന് പറയുന്ന ഇപ്പം തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായിട്ടുള്ള എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ ജനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള വളരെ ശോചനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ എല്ലാവരും ഇവിടെ മഹിഷി മർദ്ദനവുമായി ബന്ധപ്പെട്ട് മഹിഷി വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ശാസ്താവുമായി ബന്ധപ്പെട്ടുള്ള അയ്യപ്പനുമായി ബന്ധപ്പെട്ടുള്ള പുരാണങ്ങളിൽ അതിനെ ദ്യോതിപ്പിക്കുന്ന മഹിഷി മർദ്ദനം അല്ലെങ്കിൽ മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷമുള്ള ആഘോഷത്തോടു കൂടി പോകുന്ന ഭഗവാന്റെ ആ മഹിഷിയുടെ രുദ്രം അല്ലെ രക്തം എല്ലാം കൂടെ മുഖത്തുമൊക്കെ ആവാഹിച്ചുകൊണ്ട് പച്ചിലകളൊക്കെ കൊട്ടി വളരെ നൃത്തം വെച്ച് പോകുന്ന എരുമേലി പേട്ടതുള്ളൽ നടക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആരായാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശബരിമല സാനിറ്റേഷൻ സമിതി 3 ദിവസമായിട്ട് എരുമേലിയിൽ ഒരു സമരത്തിലാണ്. അവരുടെ ശമ്പളം കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണെന്ന് എരുമേലി ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇത്രയേറെ ജനലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ SS സമിതിയുടെ ഇടപെടൽ ഇല്ലാത്തത് മൂലം വളരെയേറെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. വളരെ ശുചിത്വമില്ലായ്മ, ഒരുപക്ഷെ കൊറോണ പോലെയുള്ള വീണ്ടും കൊറോണ കടന്നു വരികയാണ്. ഇവിടെ ഈ വെള്ളത്തിൽ കുളിക്കുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ആ ജലം വളരെ മോശമായിട്ട് കാണുന്നു, വൃത്തിഹീനമായിട്ട് കാണുന്നു. അതുപോലെ ടോയ്ലറ്റുകൾക്കൊന്നും ലോക്കുകളില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ തീർത്ഥാടകർ. എന്നാലും SS സമിതിയുടെ ആവശ്യം ഉടനെ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ശുചിത്വപൂർണ്ണമായിട്ടുള്ള ഒരു തീർത്ഥാടന അന്തരീക്ഷം ഒരുക്കുന്നതിന് മലനാട് TV അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കോട്ടയം കളക്ടറേറ്റിനോട്. കോട്ടയം കളക്ടറാണ് ഇവരുടെ തുക അലോട്ട് ചെയ്യേണ്ടത്. ഇത്രയേറെ കോടികൾ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇത്തരം അപജയങ്ങൾ ഉണ്ടാകുന്നത് അപലപനീയമാണ് എന്നാണ് മലനാട് TVക്ക് പറയാനുള്ളത്. എരുമേലിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ പിന്നാലെ കടന്നു വരുന്നത് ജനലക്ഷങ്ങളാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനലക്ഷങ്ങൾ കടന്നു വരുന്നു, പേട്ടതുള്ളാനെത്തുന്നു. മാലിന്യ കൂമ്പാരത്തിൽ പേട്ടതുള്ളേണ്ടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ എരുമേലിനുള്ളത്. 3 ദിവസമായി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ശബരിമല SS സമിതിയുടെ ശുചീകരണ പ്രവർത്തകരാണ്, വിശുദ്ധ സേനയാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. പക്ഷേ 3 ദിവസമായിട്ട് ശുചീകരണ പ്രവർത്തനം നടക്കാത്തത് കാരണമാണ് ഒരു മാലിന്യ കൂമ്പാരത്തിൽ ഇവിടെ ഇത് നടക്കുന്നത്. You are from? Hyderabad. Yeah, Sabarimala Sanitation Society is not working here. What is your opinion about that? As we're normally full crowd now, that's why they are unable to work. Yeah. You are from? Hyderabad. We came with Nagabhushan Guru Swami, Shankarpalli, 42 times. How do you feel about this temple? The crowd is very heavy. The God is so powerful. We believe Ayappa everywhere. But here the sanitation society is not working properly. What is your opinion about that? Yeah, its work is going on with public. If public comes more, what can do with government? Thank you. 3 ദിവസമായിട്ട് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനെ കുറിച്ചാണ് തീർത്ഥാടകർ നമ്മളോട് സംസാരിക്കുന്നത്. എന്തായാലും ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി 125 പേര് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ ഒരു അംഗം എന്നുള്ള നിലയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർക്കാണ് അവരുടെ വേതനത്തിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. ദേവസ്വം ബോർഡ് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയിലെ വിശുദ്ധ സേനയ്ക്ക് വേണ്ടി ഏകദേശം 2 കോടിയോളം രൂപ ഇപ്പോൾ നൽകി കഴിഞ്ഞു. എങ്കിലും ഇതുവരെ അവരുടെ വേതനങ്ങൾ പ്രോപ്പറായിട്ട് എത്താത്തതിൻ്റെ പേരിലാണ് ശബരിമലയിലെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇവിടെ സാനിറ്റേഷൻ സൊസൈറ്റിയുടെ അംഗങ്ങൾ എരുമേലിയിൽ നിരുത്തരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിസ്സഹകരണം രേഖപ്പെടുത്തിയത്. ഇപ്പം നമുക്കറിയാം, 3 ദിവസമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള ഇവിടെ നടക്കുന്ന പേട്ടതുള്ളലിൻ്റെ അവശിഷ്ടങ്ങൾ, മാലിന്യങ്ങൾ മാറ്റുവാൻ ഇവിടെ കഴിയുന്നില്ല. 3 ദിവസമായിട്ട് ഈ മാലിന്യ കൂമ്പാരത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾ പേട്ടതുള്ളുന്നത്. സ്വാമിയെ ശരണയ്യപ്പ.
മനോഹരമായിട്ട് ശബരിമലയിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് വളരെ മനോഹരമായിട്ട് അയ്യപ്പൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിനും ഒരുപക്ഷെ പുലിവാഹനായിട്ടുള്ള അയ്യപ്പനെ അനുസ്മരിക്കുന്ന രീതിയിൽ അയ്യപ്പനായി പുലിയുടെ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കുന്നതിനുമായിട്ട് ഇവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ നമ്മൾ കണ്ടുകൊണ്ട് ഒരുപാട് ഫോട്ടോ സ്റ്റുഡിയോകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അയ്യാ എങ്ങനെ ഊരങ്ങ Mangalapuram. എങ്ങനെയുണ്ട് ഇവിടെ എരുമേലി തുള്ളിയോ തുള്ളിയിട്ടാണ് പോണത് അല്ലേ? ഓക്കെ, ഇനി നേരെ ശബരിമല. മംഗലാപുരം എവിടെയാണ്? ഫോട്ടോ എല്ലാം എടുത്തിട്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇത് ഫോട്ടോ? ഓക്കെ, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഫോട്ടോ സ്റ്റുഡിയോ ക്രമീകരിച്ചിരുന്നത്. പേരെന്താ? എങ്ങനെയുണ്ട്? ജനങ്ങൾ വരുന്നുണ്ടോ? ശരിക്കും വരുന്നുണ്ട്. മഴ പ്രോബ്ലം ക്ലീൻ ചെയ്യുന്നത് സാനിറ്റേഷൻ സൊസൈറ്റി വളരെ മോശമായിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. ഇവിടെ ആരും 2-3 നാളായിട്ട് ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല. 3 നാളായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. വളരെ വൃത്തിഹീനമാണ്. നാളെ പേട്ടത്തുള്ളിൽ ആരംഭിക്കേണ്ട സമയം ഇങ്ങനെ താഴെയെല്ലാം സാമിയെല്ലാം പ്രോബ്ലം അതിനെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. എരുമേലി പേട്ടതുള്ളൽ സമാഗമമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമല കഴിഞ്ഞാൽ എത്തുന്ന എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപിൽ ആണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. 3 ദിവസമായിട്ട് ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി അംഗങ്ങളുടെ നിസ്സഹകരണം മൂലം ഇവിടെ യാതൊരു വിധത്തിലുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാളെ നടക്കാൻ പോകുന്ന എരുമേലി പേട്ടതുള്ളൽ മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് വേണം പേട്ടതുള്ളാൻ എന്നുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത്. വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ്. നിങ്ങൾക്ക് കാണാം ഒരു നടപ്പാത ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കുറച്ച് ദൂരം മാത്രമാണ് പഞ്ചായത്ത് നടപ്പാത ക്രമീകരിച്ചിരിക്കുന്നത്. കുറേ കൂടി ദൂരത്തോടുകൂടി നടപ്പാതകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സാനിറ്റേഷൻ സൊസൈറ്റി അംഗങ്ങൾ 125 പേർ മാത്രമാണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വെറും 125 പേര് മാത്രമാണ്. അവർക്ക് നൽകുന്നതായിട്ട് 480 രൂപയാണ് പ്രതിദിന വേതനം നൽകുന്നത്. ഇന്ന് വേതനം ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അവർക്ക് 3 ദിവസമായിട്ടൊരു നിസ്സഹകരണം രേഖപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നതും മാലിന്യ കൂമ്പാരമായി മാറിയതും. തൊട്ടടുത്തുകൂടി ഒഴുകുന്ന പുഴയിലാകട്ടെ വളരെ കാളിന്തി നദിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ആ മലിനജലത്തിൽ കുളിച്ചിട്ടാണ് ഇവിടെ ദർശനം നടത്തേണ്ട സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കുള്ളത്. ഇവിടെ തീർത്ഥാടകരും അതുപോലെ തന്നെ പ്രദേശവാസികളുള്ള വ്യവസായികൾ അടക്കമുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും മലനാട് ജീവിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എരുമേലി അർഹിക്കുന്ന തരത്തിലുള്ള ഒരു നവീകരണ പ്രവർത്തനങ്ങൾ, ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ, എരുമേലിയെ അർഹിക്കുന്ന തരത്തിലുള്ള പരിഗണന ദേവസ്വം ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി അംഗങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട കളക്ട്രേറ്റിൻ്റെ അധീനതയിലാണ്. കോട്ടയം കളക്ട്രേറ്റാണ് ഇവിടെ റീജിയണലായിട്ട് ഉള്ളതെങ്കിലും പത്തനംതിട്ട കളക്ടർക്കാണ് അവർക്ക് ശമ്പളം നൽകേണ്ടതിൻ്റെ ചുമതലയുള്ളതെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അത് തന്നെയാണ് ഇവിടെ ശമ്പള തടസ്സങ്ങൾക്കും കാരണമെന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും എരുമേലിയിൽ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ആ സ്ഥലങ്ങളിലേക്ക് പോകാം. എരുമേലിയെ സംബന്ധിച്ചിട്ട് ജനലക്ഷ്യങ്ങളാണ് ഇപ്പോൾ പേട്ടതുള്ളൽ സമാഗതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കടന്നു വരുന്നത്. ഇപ്പോൾ നാദാപുരത്ത് നിന്നും വന്നിട്ടുള്ള സ്വാമിയാരാണ്. സ്വാമി എവിടെ? നാദാപുരം കള്ളാച്ചിയിൽ നിന്നാണ് അല്ലേ? മലനാട് ടിവിയാണ്. ഡെൻ നെറ്റ്വർക്കിൽ കണ്ണൂരും കാസർഗോഡ് കിട്ടും. എന്തായാലും നാദാപുരത്ത് നിന്നും എരുമേലിയിലേക്ക് വന്നവർക്ക് സ്വാഗതം. ഇനി ഇത് പേട്ടതുള്ളിയോ? സൂപ്പറാണോ? ഗുരുസ്വാമി ആരാണ്? 3 ദിവസമായിട്ട് എരുമേലി പേട്ടതുള്ളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇവിടെ എല്ലാം മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് കിടക്കുന്നതായിട്ട് കാണുന്നത്. അത് നല്ലോണം കൂമ്പാരായിട്ടുണ്ട്. അതൊന്ന് വൃത്തിയാക്കണോ? ഒന്നാമത് വെള്ളം തന്നെ നമുക്ക് കുളിക്കാൻ പറ്റുന്നില്ല. വൃത്തിയായിട്ട വെള്ളമാണുള്ളത്. ഇപ്പം വൃത്തിയായിട്ട വെള്ളമാണ്, കുളിക്കാൻ പറ്റുന്നില്ല. ആൾ പുഴക്കെ പോകാനാണ് കുളിക്കാൻ വേണ്ടി. കാളിന്തി നദി പോലെ ആയിപ്പോയി വെള്ളം. അതെ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. കാരണം നാളുകളിൽ ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒരു ശ്രദ്ധ എരുമേലിയിലേക്ക് വേണ്ടിയിരിക്കുന്നു അല്ലേ? എന്തായാലും വളരെയധികം അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. തീർത്ഥാടനം നിങ്ങളുടെ മുഴുവൻ അയ്യപ്പൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ശരണമയ്യപ്പ. ഇപ്പം നമ്മൾ ഉള്ളത് നമ്മുടെ എരുമേലിയിലെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ദിലീപ് സാറിനോടൊപ്പമാണ്. എരുമേലിയെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം ശബരിമലയോട് പ്രാധാന്യമുണ്ട് എരുമേലി ക്ഷേത്രത്തിനും ക്ഷേത്ര വിശ്വാസങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും ഒക്കെ.
ഇവിടെ ഇന്ന് 2 ദിവസമായിട്ട് നമ്മൾ പറഞ്ഞു ഇവിടുത്തെ SS സമിതി, ശബരിമല സാനിറ്റേഷൻ സമിതിയുടെ ഒരു സമരം നടക്കുകയാണ്. അവർ ഇപ്പം ജോലി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ട് മാത്രമുള്ള ഒരു ശുചീകരണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ദിലീപ് സാറായിട്ട് ചോദിക്കാം. സാർ, എന്തുകൊണ്ടാണ് ഈ SS സമിതിയുടെ പ്രവർത്തനം ഇപ്പോൾ നിലച്ചു പോയത്? SS സമരമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. അവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു നിസ്സഹകരണമാണ്. അപ്പോൾ നിസ്സഹകരണത്തിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് അവർക്ക് സാലറി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ഡല മകരവിളക്ക് അവസാനമാണ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ ദൈനംദിന ചിലവുകൾക്കൊക്കെ ഫണ്ട് അനുവദിക്കാറുണ്ട്. അപ്പോൾ ആ പൈസ പോലും കിട്ടിയിട്ടില്ല. ശബരിമലയിലും പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ കിട്ടി. അപ്പോൾ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അവരോടുള്ളൊരു വിവേചനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണയായിട്ട് ദേവസ്വം ബോർഡിൽ നിന്നും ഫണ്ട് അനുവദിക്കാറുണ്ട്. ഈ വർഷം മുൻ വർഷത്തെ പോലെ തന്നെ 2 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്നത് ഈ പൈസ ട്രഷറിയിലാണ് ഇപ്പോൾ നിന്നാണ് ഞാൻ റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പം ആ പൈസ പൂർണ്ണമായും വിഡ്രോ ചെയ്യുന്നതിൽ എന്തോ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതിന് തന്നെ സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് പൈസ കൊടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിപ്പം നമ്മുടെ കളക്ട്രേറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീജിയൻ വരുന്ന കോട്ടയം കളക്ട്രേറ്റിൻ്റെ അണ്ടറിലാണ് എരുമേലി വരേണ്ടത്. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ കോർഡിനേഷൻ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പത്തനംതിട്ട കളക്ടർക്കാണ് നേതൃത്വമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ നിന്നും ഇത് കളക്ട്രേറ്റ് മാറുകയാണെങ്കിൽ പോലും കുറച്ചുകൂടെ ശ്രദ്ധ ഇവിടെ കിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മളൊരു ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഈ ഫണ്ട് പത്തനംതിട്ട കളക്ടർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പത്തനംതിട്ട കളക്ട്രേറ്റിൽ നിന്നും ആണ് കോട്ടയത്തിന് ഇവിടുത്തെ 125ഓളം വിശുദ്ധി സേനാംഗങ്ങളുണ്ട്. അവർക്കുള്ള വേതനങ്ങൾ കൈമാറുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ നമ്മൾ ഈ കോട്ടയം കളക്ടർക്ക് തന്നെ ഇതിന് ആവശ്യമായ പൈസ കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ അത് തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതായി. ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ഉണർത്തിക്കാനുള്ളത്, ശബരിമലയോളം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നാണ് കൂടുതൽ, അല്ലേ, കേരളത്തിൽ നിന്നുള്ളവരെക്കാൾ തീർത്ഥാടകർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. അവരുടെ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ സജഷൻ. പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ തോടിൻ്റെ നവീകരണം, ഈ ആറിൻ്റെ നവീകരണം, അതുപോലെ തന്നെ നടപ്പാതകളില്ലാത്ത പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പാതകൾ ഉണ്ടാക്കുക. പിന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇത്രയേറെ ജനലക്ഷങ്ങൾ പങ്കെടുക്കുമ്പോൾ 124 സാനിറ്റേഷൻ തൊഴിലാളികൾ വിശുദ്ധി സേന മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സേനാ വിന്യാസം നടത്തുകയും അവർക്ക് ഇപ്പോൾ ഉള്ള, എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന തുകയടക്കം 450 രൂപ പോരായ്മയുള്ളൊരു തുകയാണ്. അംഗനവാടി ടീച്ചേഴ്സിൻ്റെ ഓണറേറിയം 3800 നിന്ന് 20,000 ആക്കി. മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിൽ 12,000 ഉയർത്തിയത് മലനാട് ടിവിയുടെ ഇതുപോലൊരു സജഷൻ മൂലമാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ ആത്മാർത്ഥതയോട്, കാരണം അവർ ആത്മാർത്ഥതയോടുകൂടി പണി ചെയ്താലേ രോഗവിമുക്തമായിട്ടുള്ള ഒരു എരുമേലി നമുക്ക് സമ്മാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യണം. കൂടുതൽ എരുമേലി ആവശ്യപ്പെടുന്ന ഒരു പരിഗണന എരുമേലിക്ക് ലഭിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ അയ്യപ്പന്മാർക്ക് വേണ്ടി മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രസാദങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലായാലും അന്നദാനം കൊടുക്കുന്ന കാര്യം, അന്നദാനം കഴിഞ്ഞ പ്രശ്നം 2500 ചിലപ്പോൾ 4000 ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ അതെല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വിശുദ്ധ സേനാംഗങ്ങളുമായിട്ടുള്ള ഇതാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള TV പോലുള്ളത് മറ്റ് മാധ്യമ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ഭേദഗതികൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്ത് അത് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും മലയോര മേഖലയുടെ സന്നിധാനം, ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു ദക്ഷിണേന്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് എരുമേലി. വരും കാലങ്ങളിൽ എരുമേലിൻ്റെ മുഖച്ഛായ മാറ്റാൻ അങ്ങേക്കും അങ്ങയുടെ പിന്നാലെയുള്ള എല്ലാവർക്കും കഴിയട്ടെന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. കേരളത്തിൽ മാത്രം കാണാവുന്ന മറ്റൊരു സവിശേഷതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ എൻ്റെ ഇട സൈഡിൽ പേട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമാണ്. എരുമേലി പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ് നമ്മൾ വലത് സൈഡിൽ കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നാനാത്വത്തിൽ ഏകത്വം കളിയാടുന്ന ഏറ്റവും വലിയ സംസ്കാരം വിളങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അവിടെ ഇന്ന് മതങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങളെ എടുത്ത് അലക്കി
അവർ എടുത്തു അടിച്ചു ഉണക്കി ഉടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മത സംഘർഷങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്യുമ്പോൾ ഇവിടെ രണ്ട് മതങ്ങളുടെ സമന്വയമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മുസ്ലിം സഹോദരന്മാർ അയ്യപ്പന്മാരെ വരവേറ്റ് അവരുടെ പള്ളിക്കുള്ളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ പ്രസാദം വാങ്ങുന്ന ഒരു കാഴ്ച അനുവചനീയമായ കാഴ്ചയാണ്. ഇവിടെ പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകർ ഭക്തജന ലക്ഷങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല തീർത്ഥാടകർ ഇവിടെ എത്തുന്നത്. ഇവിടെ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അവിടെ ദർശനം നടത്തി പേട്ടതുള്ളി എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എരുമേലി പേട്ട ബാവൂര് പള്ളിയിൽ കയറി ഉസ്താദിന്റെ അനുഗ്രഹവും അവിടുത്തെ പ്രസാദവും വാങ്ങിയിട്ടാണ് ഈ പേട്ടതുള്ളി ഭക്തജനങ്ങൾ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് തിരിക്കുന്നത്. എവിടെയാണ് മതസംഘർഷത്തിന് സാധ്യതകൾ? കേരളത്തിനെ സംബന്ധിച്ചിട്ട് മത മൗലികവാദികൾ പരസ്പരം ബഹളങ്ങൾ വെച്ച് അവർ തമ്മിൽ തല്ലുമ്പം ഇവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തട്ടുന്ന തീർത്ഥാടകരാണ്. ಬೆಳಗಾವ್ ಕರ್ನಾಟಕ How do you feel about this Muslim Hindu consortium? ಗುಡ್ ಡಿವಿಷನ್ ಗುಡ್ വളരെയേറെ സന്തോഷമുണ്ട്. അവർ പറഞ്ഞു ആ മുസ്ലിം ഹിന്ദു ആ സമന്വയത്തെക്കുറിച്ച് വളരെ ആവശ്യത്തോടുകൂടിയാണ് അവർ സംസാരിച്ചത്. കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഒരു വലിയ മതസൗഹാർദ്ദത്തിൻ്റെ മകുട ഉദാഹരണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മലനാട് ജീവികളുടെ ഭക്തജന ലക്ഷങ്ങൾ. സ്വാമിയെ ശരണയ്യപ്പ. എരുമേലി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള ആൽത്തറയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പം നമുക്ക് നമ്മളുടെ അറിയാമല്ലോ കാനനവാസിയായിട്ടുള്ള അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ ആദിമ നിവാസികൾ അയ്യപ്പന് നൈവേദ്യം നൽകി തരുന്ന ഒരു ക്ഷേത്ര സന്നിധിയിലേക്കാണ് നമ്മളിനി പോകുന്നത്, ശബരിമലയിലേക്ക്. ഇവിടെ ആദിമ നിവാസികളുടെ അല്ലെങ്കിൽ നരിക്കുറവ വംശത്തിൻ്റെ ഒരു പ്രതിനിധി നമ്മുടെ എരുമേലിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ശിവദാസ്, നിങ്ങൾ എങ്ങനെ വരുന്നു? തമിഴ്നാട് സത്യമംഗലം. സ്വന്തം സാം സത്യമംഗലം. ഇപ്പോൾ തിരുനാപ്പള്ളി തിരുച്ചിയിൽ இருக்கும். ഇത് നമ്മൾ കച്ചവടക്കാർ കൊല്ലം ജീവിക്കുന്ന സ്ഥലം എരുമേലി. എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തച്ഛൻ എല്ലാം ജീവിച്ച എരുമേലി. ഇത് എൻ്റെ പതിമൂല അയ്യപ്പൻ തന്നെ. നമ്മ പൂർവ്വം എൻ്റെ നാട് ശിവനാട്. നമ്മ ആദിവാസി കൊല്ലത്തിന് പ്രാവശ്യം നമ്മുടെ നാട്ടിൽ വലിയ പൂരമാവും, ശിവൻ്റെ പൂരം. ആ പൂരത്തിന് മഹാശിവരാത്രി പറയും. 3ാவது മാസം 5ാം തീയതി നമ്മുടെ നാട്ടിൽ പൂരം. 3ാவது മാസം 8ാം തീയതി ഈ ശിവരാത്രി പൂരം. നമ്മൾ മാലക്കാറ് രുദ്രാക്ഷമാല, പടികമാല, നവരത്നമാല. ഇത് കാശി, നേപ്പാൾ, ഹരിദ്വാർ, ഹിമാലയം, കാഠ്മണ്ഡു, ரிஷிகேஷ், யூபி, தெலங்கான அங்கே வாங்கிட்டு வந்தது. உங்களுக்கு ஏதாவது ஓனர் இருக்காதா? நீங்களா இது பண்ணுது? ஓனர் இருக்கு. ஓனர் இருக்கு. யார் ஓனர் பேரு? பொண்டாட்டி. ஆமாம், அவர் ഉണ്ടാക്കും, നമ്മൾ വിൽക്കും. നിങ്ങൾക്ക് இந்த மாதிரி കല്ലുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. ഇത് ജയ്പൂർ കല്ല്, രാജസ്ഥാൻ ജയ്പൂർ. ഇത് മണിപ്പൂർ കല്ലാണ്. ഇത് മണിപ്പൂർ, ജയ്പൂർ മണിപ്പൂർ കല്ല്. ഇത് നിത്യ ഒരു ഐശ്വര്യം. ഒരു തൊഴിൽ മുടക്കങ്ങൾ ഉണ്ടാവില്ല, ഒരു മുടക്കങ്ങൾ ഉണ്ടാവില്ല, ജയിക്കും. ഈ രുദ്രാക്ഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒറിജിനൽ രുദ്രാക്ഷമാണ്. 5 മുഖം ഒറിജിനൽ രുദ്രാക്ഷം, 5 മുഖം. ഇത് ധരിച്ചാൽ ഒരു നല്ലതാ. കുടുംബത്തിന് എന്തോ ഒരു കഷ്ടപ്പാട് ചെയ്യണം. ജാതിയില്ലേ, ഭേദമില്ലേ. ഹിന്ദു, മുസൽമാൻ, ഹിന്ദു, ക്രിസ്ത്യൻ யாரும் இடம் ഈ രുദ്രാക്ഷം. இதுக்கு ஜாதிமில்லை, பேதமில்லை. ഈ രുദ്രാക്ഷം ധരിക്കും പോത് ജാതി ഭേദം ഹിന്ദു മുസ്ലിം ഇല്ല, யாரும் ഇടാം ഈ രുദ്രാക്ഷം. ഇത് സ്ഫടികമാണ്. ഇത് സ്ഫടികം, ഇത് സ്പാർക്കാവും. ഇത് ഇങ്ങനെ ഇരുട്ട് കാണിയാം. ഇത് മറ്റ സ്ഫടികം. ഇത് ആന്ധ്ര, കർണാടക, കേരള, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ്, മൊറീഷ്യസ്, ഇംഗ്ലണ്ട് എല്ലാ നാട്ടിലും ഓടും പടികം രുദ്രാക്ഷം. ഏത് നാട് പോയാലും ഈ മാലകൾ ഉണ്ടാവും. ഇത് നാഗ രുദ്രാക്ഷം. ഇത് നാഗവള്ളി, കാശി അഘോരികൾ ഉണ്ടാക്കിയ രുദ്രാക്ഷം. ഇത് കാശി ഗംഗൈ സാലിഗ്രാം. ഇത് കാശി അങ്കോരി രുദ്രാക്ഷം. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഒരു രുദ്രാക്ഷത്തിൽ നിന്നും കാശിയിലെ അഘോരി സ്വാമികൾ ഉണ്ടാക്കുന്ന ഒരു നാഗം കാക്കുന്ന മഹാശിവലിംഗത്തിൻ്റെ പ്രതീതിയുള്ള ഒരു രുദ്രാക്ഷത്താണ് നമ്മൾ ഒരു രുദ്രാക്ഷത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏൽക്കയും ചേർക്കയും ഇത് അഘോരിമാർ ഉണ്ടാക്കും. ഇത് ചന്ദ്രകല, ശിവന്റെ ചന്ദ്രകല രുദ്രാക്ഷം. എൻ്റെ പേര് ശിവദാസ്, റാൾഡ് എന്ന് പറയും. ഇത് കാട്ടുള്ളി തൈലം. ഇത് കാട്ടുള്ളി തലവേദന, നടുവേദന, അസ്ഥിവേദന, ഉളുക്ക്, തരിപ്പ്, ചതുവ്, നീര് മാറും. ഇത് ഉള്ളി തൈലം, ആദിവാസി ഉള്ളി തൈലം. അസുഖങ്ങൾ മാറും. ഈ ഉള്ളി ഇട്ടാൽ നടുവേദന, അസ്ഥിവേദന, മുട്ടുവേദന മാറും.
காட்டுள்ளி தைலம் இது சிவந்த உத்ராட்சம். நமோ அகோரிமார் நரிக்குறவர். சிவதாஸ் என்பது ஒரு ஐஸ்வர்யமான சாதனம். காட்டுள்ளி தைலம். இது சிங்கிள் ஒரு ருத்ராட்சம் மட்டும்தான். ஆமாங்க, இது ஒரிஜினல். இது 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 ஒரிஜினல். இது செய்யப்பட்டது. இது என்ன? இது உண்டாக்கியது. இது என்னது? இது வேறு 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 உண்டாக்கியது. இது காசியில் மண். இது காசி மண்ணா. ഇത് കാശി മണ്ണിൽ ഇത് ഉണ്ടാക്കിയ സാധനം. ഇത് കാശി മണ്ണ്. ഇത് വീട്ടിലെ അമ്പലത്തിൽ വെച്ച് പൂജിക്കും. കാശിയിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു മഹാശിവലിംഗത്തിന് ഒരു പ്രാശം. ഇത് കാട്ടുള്ളി തൈലം. കാട്ടുള്ളിയുടെ ഒരു തൈലമാണിത്. സ്വാമി ശരണയ്യപ്പ, ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലി നൈനാർ ജുമാ മസ്ജിദിന് മുമ്പിലാണ്. ഇവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തീർത്ഥാടകർ. Rupesh Kumar Swami. We are from Hyderabad. Yes. Okay. How do you feel about this? Very great, very great. Yeah, very great. Very great and very devotional. Proud Indian. Yes. Yes. We Indian. We are very proud to be celebrating here for Kerala here. Both the Hindu and Hindu, every caste will be celebrated here. Every caste will be celebrated here. Yeah. Okay, tell your name. Tell you your name. My name is Nishika. First time in Shabarimala, Maligapuram. No, third time. You first time. Yes, I'm first time. Yeah, how do you feel? So Nice. happy. So happy. Yeah, this is a Muslim mosque. We are from Hindu Sri Dharma Shastra temple. How do you feel about this alliance? Very good. Very good. Yes, Feel very happy. Feel very happy. very happy. ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പേട്ടയിൽ നിന്നും അവിടെ ദർശനം നടത്തിയതിനു ശേഷം ഇവിടെ നൈനാർ മസ്ജിദിൽ വന്നിട്ട് ദർശനം നടത്തിയ സ്വാമിമാരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത്. ഇത്രയും വലിയ ഒരു മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളത്തിൻ്റെ ഏറ്റവും മകുട ഉദാഹരണമായിട്ടുള്ള ഈ ഒരു അയ്യപ്പസ്വാമികളുടെ ദൃഷ്ടാന്തമാണ് മലനാട് ടിവിയുടെ നിങ്ങൾ കണ്ടുവരിക. വണക്കം സ്വാമി. മത വർഗീയ ലഹളകളുടെ വാർത്തകൾ കേൾക്കുന്ന നിങ്ങൾക്ക് മുൻപിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നൈനാർ മസ്ജിദിന് മുമ്പിലാണ്, ജുമാ മസ്ജിദിന് മുമ്പിലാണ്. എരുമേലി എനിക്ക് തൊട്ട് പിന്നിൽ കാണുന്നത് പേട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമാണ്. പേട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിനു ശേഷം എരുമേലി നൈനാർ ജുമാ മസ്ജിദിലേക്ക് കടന്നു വരുന്ന തീർത്ഥാടക ലക്ഷങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്നവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇരു മതങ്ങൾ തമ്മിലുള്ള ഈ ഒരു വലിയ സൗഹാർദ്ദത്തെ കാണുന്നത്. എന്തായാലും നാനാത്വത്തിൽ ഏകത്വം എന്ന് പുകഴ്കെട്ട ഭാരത ദർശനത്തിൻ്റെ നിതാന്തമായിട്ടുള്ള ഒരു ഇപ്പോൾ പ്രവർത്തിക്കുന്ന വൃത്താന്തമാണ് ഈ പറയുന്ന സ്വാമി അയ്യപ്പനും വാവനും തമ്മിലുള്ള ഈ ഒരു അലയൻസ്. എന്തായാലും നൈനാർ ജുമാ മസ്ജിദ് മോസ്കും അതുപോലെ തന്നെ പേട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രവും തമ്മിലുള്ള ഈ ഒരു ഉത്സവകാലത്ത് കടന്നു വരുന്ന എല്ലാ മനുഷ്യ മനസ്സുകളിലും മതസൗഹാർദ്ദത്തിൻ്റെ നൈർമല്യമുള്ള ദൃശ്യങ്ങളാണ് പകർന്നു നൽകുന്നത്. ഇവിടെ മലനാട് ടിവിയിലൂടെയും നിങ്ങൾ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ ആ ഒരു വലിയ ഭാരതീയ സിദ്ധാന്തം, സാംസ്കാരിക പെരുമയാണ് നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവനല്ലാതെ ദൈവമേതുമല്ല, അവൻ ബ്രഹ്മാണ്ഡപാലകനായ നിത്യജീവ ശക്തിയാകുന്നു. അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല. ആകാശഭൂമികളിൽ ഉള്ളതൊക്കെ അവൻ്റേതാകുന്നു. അവൻ്റെ സന്നിധിയിൽ അനുമതിയില്ലാത്ത ശുപാർശ ചെയ്യാൻ കഴിയുന്നവനാര്? സൃഷ്ടികളുടെ മുമ്പിലും പിന്നിലുമുള്ളതൊക്കെയും അവൻ അറിയുന്നു. അവൻ്റെ ജ്ഞാനത്തിൽ നിന്ന് യാതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അവർക്ക് ഗ്രഹിക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചല്ലാതെ തൻ്റെ ആധിപത്യം വാനലോകങ്ങളെ ഭൂമിയെ ഉൾക്കൊണ്ടിരിക്കുന്നു. അവരുടെ പരിപാലനം അവനെ ഒട്ടും ക്ഷീണിപ്പിക്കുന്നില്ല. അവൻ അറ്റുന്നതിനും മഹാനുമാണ്. ഖുർആൻ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വാമിമാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും എല്ലാ സ്വാമിമാരും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ജുമാ മസ്ജിദിനെ വലം വെച്ചുകൊണ്ട് കടന്നു വരുന്നത്. എന്തായാലും ഇവിടെ അവരുടെ ആരവങ്ങൾ ഇന്ന് ഭാരതത്തിൽ എവിടെയും ഈ ആരവങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ആഹ്ലാദ ചിത്തതയോടുകൂടി കടന്നു വരുന്ന ഭക്തജന സഹസ്രങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ പേര് കേട്ട പുകഴ്ത്തപ്പെട്ട കേരളത്തിൽ നിന്നും ഉള്ള ദൃശ്യങ്ങളാണ് മലനാട് ടിവിയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു
അനുഭവമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ എരുമേലി വന്നിട്ട് ശാസ്താവിനെ തൊഴുതു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രീധർമ്മശാസ്താവ് ക്ഷേത്രത്തിൽ വന്ന് അവിടെയും തൊഴുതു. ആ ശ്രീധർമ്മശാസ്താവിനെ തൊഴുതു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത് തൊഴാനുള്ളത് വാവര് സ്വാമിയെയാണ്. നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തികൾ തമ്മിലുള്ള ഇഷ്ടക്കുറവും ജാതി മത ഭേദമില്ലാത്ത വലിയൊരു ഉദാഹരണമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര ചെറിയ സ്വാമികളായാലും കന്യസ്വാമിമാരായാലും എല്ലാ സ്വാമിമാരാണെങ്കിലും ഇവിടുത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് അയ്യപ്പനെ തൊഴുതു കഴിഞ്ഞിട്ട് വാവര് സ്വാമിയെ കണ്ടിട്ടാണ് അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട് മടങ്ങുന്നത്. അത്രയും സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം കേരളത്തിലുള്ള എല്ലാ സ്വാമിമാരും കേരളം കൂടാതെ ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള എല്ലാ സ്വാമിമാരും അയ്യപ്പ സ്വാമി ദർശനം നടത്തുന്നുണ്ട്. ഏത് സ്വാമിമാർ വന്നാലും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് തൊഴുകയും വാവര് സ്വാമിയെ വന്ന് തൊഴുകയും ചെയ്തിട്ട് മാത്രമാണ് ശബരിമലയിൽ പോയി അയ്യപ്പ സ്വാമിയെ കാണുന്നത്. അത്രയ്ക്കും ഒരു ബന്ധമാണ് ശാസ്താവും അയ്യപ്പ സ്വാമിയും തമ്മിലുള്ള അയ്യപ്പ സ്വാമിയും ശാസ്താവും വാവര് സ്വാമിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വളരെ 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 ഒരു സന്തോഷമായിട്ടുള്ളൊരു അനുഭൂതിയാണ് ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയും മനസ്സിന് കുളിർമ നൽകുന്ന, ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ലാതെ തത്വമസി എന്നൊരൊറ്റ വാക്കാല് നമ്മൾ സ്വാമിയെ കാണുകയും സ്വാമിയുടെ അടുത്ത് വന്ന് സ്വാമിയുടെ ദർശനം കണ്ടു കഴിഞ്ഞ് സ്വാമിയുടെ ദർശനം സാഫല്യമാവണമെങ്കിൽ എരുമേലി വന്ന് ശാസ്താവിനെയും തൊഴുത് വാവര് സ്വാമിയെയും തൊഴുത് മാത്രമാണ് നമുക്ക് അനുഗ്രഹവും അനുഭൂതിയും സന്തോഷവും കിട്ടുമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഈ മഹിഷി നിഗ്രഹത്തിനായി എരുമേലിയിലെത്തിയ അയ്യപ്പൻ കാനന മധ്യത്തിലെ ഒരു വീട്ടിൽ അന്തിയുറങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ആ അന്തിയുറങ്ങിയ വീടും അവിടുത്തെ ആ പഴയ അയ്യപ്പൻ മഹിഷി നിഗ്രഹത്തിൽ ഉപയോഗിച്ച ആ ഉടവാളം സൂക്ഷിച്ചിരിക്കുന്ന ആ തറവാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് കാണാം. മഹിഷി നിഗ്രഹത്തിനായി എരുമേലിയിലെത്തിയ അയ്യപ്പൻ ഒരു വൈകുന്നേരം ഈ വീട്ടിലേക്ക് എത്തുകയാണ്, പുത്തൻ വീട്ടിലെത്തുകയാണ്. ഇത് നമ്മളിപ്പോൾ കാണുന്ന വീടല്ലായിരുന്നു, അന്ന് പുല്ല് മേഞ്ഞ വീടായിരുന്നു. പക്ഷേ അതിൻ്റെ തറയൊക്കെ ഇതാണ്, അന്ന് ചാണകം മെഴുകിയ തറയൊക്കെയുള്ള ഒരു തറവാട് വീടാണ്, അറയും നിരയുള്ളൊരു വീടാണ്. പുത്തൻ വീട്ടിൽ വന്ന് അയ്യപ്പൻ ഒരു നേരത്തേക്ക് അന്തി ഉറങ്ങുന്നതിന് അവസരം ചോദിച്ചു. ഇവിടെ പുറത്ത് തന്നെ അയ്യപ്പന് അവസരം കൊടുത്തു എന്നാണ് പറയുന്നത്. പുത്തൻ വീട്ടിലാണ് അദ്ദേഹം മഹിഷി നിഗ്രഹത്തിനായി എത്തിയപ്പോൾ അന്തി ഉറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം മഹിഷി നിഗ്രഹത്തിന് ഉപയോഗിച്ച വാള്, ഇവിടെ അടുത്തൊരു രുദ്രക്കുളമുണ്ട്, ആ കുളത്തിൽ രക്തം ഒക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ഇവിടെ എത്തി അന്തി ഉറങ്ങിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ അപ്രത്യക്ഷമായെന്നാണ് ഐതിഹ്യം. ആ വാള് പക്ഷേ ഇവിടെ ഉണ്ട്. ഇന്നും ആ വാള് ഇവിടെ കാണുന്നതിന് വേണ്ടി അനേക ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഈ കുടുംബം, ഈ തറവാട്ടിലെ ആരും നമുക്കിവിടെ ഇല്ല, അതുകൊണ്ട് അകത്ത് കയറി ആ വാള് കാണാൻ നമുക്ക് പ്രയാസമുണ്ട്. എങ്കിലും അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന ആ ഉടവാൾ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന നിലവറയുള്ള ഒരു തറവാട് വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം നിങ്ങൾക്ക് കാണാം പുറത്ത് കുറേ സുഹൃത്തുക്കൾ, കുറേ അയ്യപ്പ ഭക്തർ ഇവിടെ എത്തിയിരിക്കുന്നു. അവർ പദയാത്രയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാലക്കാട് നിന്നും കിലോമീറ്ററുകൾ താണ്ടി അയ്യപ്പൻ്റെ സന്നിധിയിൽ അയ്യപ്പൻ വിശ്രമിച്ച പുത്തൻ വീടിന് മുന്നിൽ എത്തിയപ്പോൾ എന്ത് തോന്നുന്നു? പേരെന്തോ? അഖിലേഷ്. പേരെന്താ? നിതിൻ. സനിൽ. കാളിദാസൻ. പ്രസാദ്. സുജിത്ത്. പാലക്കാട് നിന്നാണ് അല്ലേ? മലനാട് ടി വിയെ കാണാറുണ്ടായിരിക്കും. പാലക്കാട് കേബിളിലൊക്കെ മലനാട് ടി വി ഉണ്ട്, ഡെൻ നെറ്റ്വർക്കിലും അല്ലാതെ പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ട്. എന്തായാലും പാലക്കാട് നിന്നാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു ഇവിടെ വരെ എത്തിയപ്പോൾ? നടന്ന് അയ്യപ്പൻ ഇവിടെ എത്തിച്ചു അല്ലേ? എത്തിച്ചു, അത്ര തന്നെ. എത്ര ദിവസം കൊണ്ടാണ് ഈ പദയാത്ര? 8 ദിവസം എടുത്തു. ഏതൊക്കെ റൂട്ട് വഴിയാണ് വന്നത്? ഞങ്ങൾ മറ്റേ പാലക്കാട് കുതിരാൻ അഞ്ചുമൂർത്തിമംഗലം വഴി മൊത്തം ഹൈവേ ചാലക്കുടി വഴിയാണ്. അപ്പം ഈ യാത്രാമധ്യേ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല? ഒന്നും ഉണ്ടായില്ല. ആർക്കും ഒരു തടസ്സം ഉണ്ടായില്ല. ഉണർവുണ്ടായിരുന്നു. ഊർജ്ജസ്വലമായിട്ടാണ് നടന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കുഴപ്പമില്ല. എവിടെയൊക്കെ വിരിവെച്ചു? വിരിവെച്ചത് അഞ്ചുമൂർത്തി, പിന്നെ കുതിരാൻ. ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇന്ന് 8ാമത്തെ ദിവസം. എത്രാമത്തെ? ഇനി 1-ാം തീയതി പഠിച്ചിട്ടോ? അല്ല, 31-ന് കെട്ടുനിറ. അതെ, രാവിലെ 1-ാം തീയതി പദയാത്ര. ഇപ്പോൾ 9 ദിവസമായി. 9ാമത്തെ ദിവസം. എന്തായാലും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കണം. മലനാട് ടി വി ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. എന്തായാലും എല്ലാവർക്കും അയ്യപ്പൻ്റേതായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. പുത്തൻ വീടിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്നലെ ഇവിടെ തങ്ങിയോ? ഞങ്ങൾ ഇന്നലെ അമ്പലത്തായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ.
എന്തായാലും അയ്യപ്പൻ്റെ അനുഗ്രഹം ആവോളം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അയ്യപ്പൻ്റെ സാന്നിധ്യമാണ് നിങ്ങളെ ഒരു തടസ്സവും കൂടെ ഇവിടെ എത്തിച്ചതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും എല്ലാവിധമായിട്ടുള്ള ആയുസ്സാരോഗ്യ അനുഗ്രഹങ്ങൾ അയ്യപ്പൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അനുഗ്രഹിക്കും. ചരിത്ര പുരാതനമായിട്ടുള്ള പുത്തൻവേടിൻ്റെ അകത്തളത്തിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മഹർഷി നിഗ്രഹത്തിന് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഉടവാള് കാണുകയാണ് എൻ്റെ ലക്ഷ്യം. നമുക്ക് കിടിവാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ സ്വാമിയേ ശരണമയ്യപ്പ ദാ മഹർഷി നിഗ്രഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഉടവാളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലാന്തരങ്ങൾ പഴക്കമുള്ള വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പൻ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഈ പുത്തൻ വീട്ടിലെത്തുകയും അന്തി ഉറങ്ങുകയും ചെയ്ത് മഹർഷി നിഗ്രഹത്തിന് ശേഷം ഇവിടെ അടുത്തുള്ള രുദ്രക്കുളത്തിൽ പോയി ഈ വാളിലുണ്ടായിരുന്ന രക്തക്കറകൾ മുഴുവൻ കഴുകിയതിന് ശേഷം മഹർഷി നിഗ്രഹത്തിന് ശേഷം ഇവിടെ നിന്ന് വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം. പിറ്റേന്ന കാലത്ത് അയ്യപ്പൻ അപ്രത്യക്ഷമാകുകയും ഉടവാൾ ഇവിടെ ഇരിക്കുകയും ചെയ്തു. ആ ഉടവാളിൻ്റെ ശക്തി അവർക്ക് ഈ വീട്ടുകാർക്ക് തിരിച്ചറിയും, പുത്തൻ വീട്ടുകാർക്ക് തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മഹർഷി നിഗ്രഹനായിട്ടുള്ള അയ്യപ്പൻ ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും അദ്ദേഹം ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഉടവാളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാമിയേ ശരണം അയ്യപ്പൻ.